ചാമ്പക്കൻ്റെ പൂവടിഞ്ഞിട്ടുണ്ടോ? പൂ വീണ് കിടക്കുന്നത് എന്ത് ഭംഗിയതാ. കാർപ്പറ്റ് വിരിച്ച പോലെ ഉണ്ട്. നല്ല രസമില്ല കാണാൻ? അല്ല അതിന് പൂക്കൾ എന്താ പറയുക, നമ്മളെ വെൽവെറ്റ് പോലത്തെ നല്ല കളറും അതിൻ്റെ നൈർമല്യമൊക്കെ കണ്ട നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. അതിൻ്റെ കായ് പൂക്കളടിഞ്ഞതാണ്. നിറച്ചും പൂക്കളുണ്ട്. കായ് ഉണ്ടായ കുറേ ഉണ്ടാവും. അതിൻ്റെ ഓരോ ഘട്ടങ്ങളുണ്ട്. അത് വളരുന്ന ഇതുണ്ടാവും. ആദ്യം പൂക്കളായി, പിന്നെ അത് എന്താ പറയുക, ആ മുട്ടിട്ട് പിന്നെ പൂക്കളായി, ആ മുട്ടിട്ട് അത് പൂക്കളായി, പിന്നെ ഇതാ ഈ രൂപത്തിലായി. അതിൻ്റെ വേറൊരു ഘട്ടം, പിന്നെ അടുത്ത ഘട്ടം അത് കായാവുന്നതാണ്. കായാവുന്നുണ്ടല്ലോ. വളരെ മനോഹരമായ പൂക്കളാണ്. ഇതിൻ്റെ തേനീച്ച, ഇതിൻ്റെ മേലെ തേനീച്ച വന്ന് കൂട് കൂട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ അതിന് സുഖമാണ്, കൂടുതൽ സഞ്ചരിക്കണ്ട, അടുത്ത് തന്നെ. തേനോടത്തിൽ കുറേ നേരം പറക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടോ? ഇതിൻ്റെ മേലെ തന്നെ കൂടങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ കുറേ നേരം പറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ തന്നെ അതിന് മേലെ ഒരു കൂടുണ്ട് തേനീച്ചൻ്റെ. അപ്പോൾ ഇവിടുന്ന് തന്നെ തേന് ശേഖരിച്ച് തൊട്ടടുത്ത് തന്നെ കൂട് കൂട്ടാം. ഇതിലേക്ക് തന്നെ കൂട്ടിലൊക്കെ പറക്കാം. തേനീച്ച കൂടാന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മരത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഇത്തിൽ കണ്ണി വന്നിട്ടുണ്ട്. അതെല്ലാം പറിച്ചു കളയണം ഇനിയിപ്പോൾ. ഭയങ്കര മനോഹരമായ ഒരു കാഴ്ച ഇത്. അതുപോലെ ഇതുകൾക്ക് പക്ഷികൾക്ക് വന്നിരിക്കാൻ ഉള്ള കമ്പ്, അതിൻ്റെ ശിഖരങ്ങൾ, ചില്ലകൾ നന്നായിട്ട് പല ഭാഗത്തൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ചാമ്പങ്ങ എന്നെല്ലാം പറയും ഇതിന്. പല സ്ഥലത്തും പല പേരാണ്.